ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 നമുക്കുള്ളതിൽ ഏകദേശം പഴയതായിട്ട് വരുന്ന ഒരു ആക്ട് ആണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്നത്. ഈ ആക്ട് പാസ് ചെയ്തേക്കുന്നത് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയാണ്. ആക്ട് പാസ് ചെയ്തേക്കുന്നത് എന്ന് വെച്ചാൽ ആക്ട് നിലവിൽ കൊണ്ടുവന്നിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയാണ്. ഈ ആക്ട് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് കോമൺ ലോയെ ബേസ് ചെയ്തിട്ടാണ് കോൺട്രാക്ട് ആക്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് കോമൺ ലോയെ ബേസ് ചെയ്ത് വരുന്നത്? ബ്രിട്ടീഷ് ഇന്ത്യ ഭരിക്കുന്ന സമയത്ത്, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്താണ് കോൺട്രാക്ട് വരുന്നത്. 1872 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പല്ലേ. അപ്പോൾ ആ ടൈമിൽ ഇന്ത്യ ബ്രിട്ടീഷിന്റെ കോളനി ആയിരിക്കുന്ന ടൈമിലാണ് ഇങ്ങനെ ഒരു ആക്ട് നിലവിൽ വരുന്നത്. ഇത് ഇംഗ്ലീഷ് കോമൺ ലോയെ ബേസ് ചെയ്തിട്ട് അതിന്റെ പ്രിൻസിപ്പിൾസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ആക്ട് ആണ്. ഇത് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ് ഇത് ഇവിടെ കൊണ്ടുവന്നത്. 2019 വരെ ഈ ആക്ടിന്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ ഒഴികെയുള്ള ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളായിരുന്നു. എന്തുകൊണ്ടാണ് ജമ്മു കാശ്മീർ ഇതിൽ വരാത്തത്? ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി ഉണ്ടായിരുന്നു അല്ലേ, സ്പെഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. 2019 ഓഗസ്റ്റ് 6 നമ്മളുടെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ പ്രത്യേക പദവി നമ്മുടെ ഗവൺമെന്റ് എടുത്തു കളഞ്ഞു, ഇല്ലേ, റിവോക്ക് ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ എന്താണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഓൾ ഓവർ ഇന്ത്യ ആപ്ലിക്കബിൾ ആണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ എല്ലാ ക്ലോസുകളും എല്ലാ പ്രൊവിഷൻസും ഇപ്പോൾ ഇന്ത്യയിൽ ഏത് സ്ഥലത്തും, അത് ഈവൻ ജമ്മു ആൻഡ് കാശ്മീർ ആണെങ്കിൽ പോലും ആപ്ലിക്കബിൾ ആണ്. അതുപോലെ കോൺട്രാക്ട് ആക്ട് എനാക്ട് ചെയ്തേക്കുന്നത് 1872 ഏപ്രിൽ 25 എനാക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ആ നിയമം പാസ്സാക്കി വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെയും കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഇത് നിലവിൽ വന്നത്. ഇപ്പൊ നമ്മൾ ആക്ട് പാസ്സാക്കും, നിലവിൽ വരുന്നത് ചിലപ്പോൾ അതിന് ശേഷമായിരിക്കും. അപ്പൊ ഇവിടെ ഏപ്രിലിന് പാസ്സായ ആക്ട് സെപ്റ്റംബർ 1 എന്താ കെയിം ഇൻ ടു ഫോഴ്സ്, നിലവിൽ വന്നത്. അപ്പം ടോട്ടൽ നമുക്ക് കോൺട്രാക്ട് ആക്ടിൽ വരുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത് 75 സെക്ഷൻസ് ആണ്. ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനെ 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ഓഫ് കോൺട്രാക്ട്, അതാണ് നമ്മുടെ സെക്ഷൻ 1 തൊട്ട് 75 വരെ വരുന്നത്. അതിനെയാണ് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സെക്ഷൻ 124 തൊട്ട് 238 വരെ, സെക്ഷൻ 124 തൊട്ടിട്ട് 238 വരെയുള്ള സെക്ഷൻസ് ആണ്. അതിൽ പറയുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്പെഷ്യൽ കൈൻഡ് ഓഫ് കോൺട്രാക്ട്സ് ആണ്. നമ്മുടെ സെയിൽ ഓഫ് ഗുഡ് ആക്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. ഇപ്പൊ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 1 തൊട്ട് 75 വരെ എന്താണ് നമ്മുടെ ലോ ഓഫ് കോൺട്രാക്ടിൽ അതിന്റെ ജനറൽ പ്രിൻസിപ്പിൾസ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് സെക്ഷൻ 124 തൊട്ട് 238 വരെ എന്ത് വരും, സ്പെഷ്യൽ കൈൻഡ് ഓഫ് കോൺട്രാക്ട്സ് വരും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പറഞ്ഞേ? കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യ പാസ് ചെയ്ത ഒരു ആക്ട് ആണ്, അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന ഒരു ആക്ട് ആണ്. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്? ഇംഗ്ലീഷ് കോമൺ ലോയെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഉള്ളത്. ഇതിന്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് 2019 വരെ ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെയുള്ള ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളായിരുന്നു. ഇപ്പോൾ സ്പെഷ്യൽ സ്റ്റാറ്റസ് എടുത്തു കളഞ്ഞതിന് ശേഷം ജമ്മു ആൻഡ് കാശ്മീരിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആപ്ലിക്കബിൾ ആണ്. ഇത് എനാക്ട് ചെയ്തേക്കുന്നത് 25 ഏപ്രിൽ 1872 ഇത് നിലവിൽ വന്നത് 1 സെപ്റ്റംബർ 1872 ടോട്ടൽ എത്ര സെക്ഷൻസ് ഉണ്ട്? സെക്ഷൻ 1, സെക്ഷൻ 75. ഇത്രയാണ് ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. അതിനുശേഷം വരുന്നത് എന്താണ് കോൺട്രാക്ട്? കോൺട്രാക്ടിന്റെ ഡെഫിനീഷൻ ആണ്. അപ്പോ കോൺട്രാക്ട് എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്തത് കോൺട്രാക്റ്റം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ്. എന്താണ് കോൺട്രാക്ട് എന്ന് പറയുന്ന നമ്മുടെ ഈ വാക്ക് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ്. എന്താണ് ആ ലാറ്റിൻ വേർഡ്? കോൺട്രാക്റ്റം എന്നാണ് ആ ലാറ്റിൻ വേർഡ്. കോൺട്രാക്ട് എന്ന് പറഞ്ഞ അതിന്റെ മീനിങ് എന്ന് പറയുന്നത്
ഡ്രോൺ ടുഗെദർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ബ്രിങ്ങിങ് ടുഗെദർ ഇൻ എ കോമൺ കോസ് ഓർ എ കോമൺ ഇമോഷൻ. ഒരു കാര്യത്തിന് മേലെ ഒരേ ഇമോഷൻസോടെ നമ്മൾ ഒരുമിച്ച് വരിക, അതാണ് ഡ്രോൺ ടുഗെദർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ അവര് ഒരു സെയിം സബ്ജക്റ്റ് മാറ്ററിന് മേല് ഒരേപോലെ ഒരു മനസ്സോടെ അവരൊരു കാര്യത്തിന് വേണ്ടി വരിക, അതാണ് ഡ്രോൺ ടുഗെദർ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം കോൺട്രാക്റ്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഡെഫിനിഷൻ വന്നിരിക്കുന്നത് സെക്ഷൻ 2 ക്ലോസ് Hലാണ്. നമ്മൾ ഡെഫിനിഷൻസ് പറയുമ്പോൾ സബ്സെക്ഷൻ എന്ന് പറയാറില്ല. എന്താണ് പറയാ? സെക്ഷൻ 2 ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? ഇത് ക്ലോസ് ആണ്, ഒരിക്കലും സബ്സെക്ഷൻ എന്ന് പറയരുത്. ഡെഫിനിഷൻ കഴിഞ്ഞിട്ട് വരുന്ന പാർട്ടുകളിലാണ് നമ്മൾ സബ്സെക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡെഫിനിഷൻസ് പറയുമ്പോൾ എപ്പോഴും എന്ത് പറയണം? സെക്ഷൻ 2 സബ്സെക്ഷൻ അല്ല, ക്ലോസ് ആണ് വരുന്നത്. ഇപ്പം 2 ബ്രാക്കറ്റിൽ വെച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? സെക്ഷൻ 2 ക്ലോസ് H. അപ്പം സെക്ഷൻ 2 ക്ലോസ് H പ്രകാരം എങ്ങനെയാണ് ഒരു കോൺട്രാക്ടിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. എന്തൊക്കെയാണ് ഇത് വരുന്നത് നോക്കിയേ. ഒരു കോൺട്രാക്റ്റിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ് പറയുന്നത്? അതിന് എൻഫോഴ്സിബിലിറ്റിയും ഉണ്ടായിരിക്കണം. അപ്പോ 2 ഫാക്ടേഴ്സ് ആണ് കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. 2, നമുക്ക് നിയമപരമായിട്ട് അതിനെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റണം. എൻഫോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നടപ്പിലാക്കാൻ പറ്റണം. എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ? 2 പേര് തമ്മിൽ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം പറഞ്ഞ് അവര് തമ്മിൽ ഒരു ഉടമ്പടിയിൽ എത്തിയിരിക്കുകയാണ്. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? അത് 2 പേര് തമ്മിലുള്ള ഈ ഒരു ഉടമ്പടി നമുക്ക് നിയമപരമായിട്ട് നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ അതിനെ നമ്മൾ കോൺട്രാക്ട് എന്ന് പറയുന്നു. കോൺട്രാക്ട് എന്ന് പറയുന്നത് മലയാളം വാക്കെന്ന് പറയുമ്പോൾ കരാർ എന്ന് വരും. അപ്പം നമുക്ക് ആദ്യം എന്ത് വേണം? 2 പേര് തമ്മിലൊരു എഗ്രിമെന്റ് വേണം. വെറുതെ എഗ്രിമെന്റ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്കത് നിയമപരമായിട്ട് നടപ്പിലാക്കാൻ പറ്റണം. എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ കരാർ ആവത്തുള്ളൂ. കരാർ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട്. അപ്പം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ കോൺട്രാക്ടിന്റെ ഡെഫിനിഷൻ പ്രകാരം 2 എലമെന്റ് ആണ് അതിൽ വേണ്ടത്. ഒന്നെന്താണ്? അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? ആ എഗ്രിമെന്റിനെ നമുക്ക് നിയമപരമായിട്ട് അല്ലെങ്കിൽ നിയമം മൂലം നടപ്പിലാക്കാൻ പറ്റണം. ഇത് 2 ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കോൺട്രാക്ട് എന്ന് പറയാം. അപ്പം സിമ്പിൾ വാക്കിൽ പറഞ്ഞാൽ എന്താണ്? നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ഉടമ്പടിയെയാണ് നമ്മൾ കരാർ എന്ന് പറയുന്നത്. അത് എന്താണ്? നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റിയിരിക്കണം. എൻഫോഴ്സ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? അത് ഒരിക്കലും കോൺട്രാക്ട് അല്ല. കണ്ടോ? കോൺട്രാക്ട് വിച്ച് സീസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ ബിക്കംസ് വോയിഡ്. വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? അത് വാലിഡ് അല്ല, അത് ലീഗലി ബൈൻഡിങ് അല്ല, അത് അസാധുവായ കരാറാണ്. അപ്പോ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു എഗ്രിമെന്റിനെ മാത്രമേ കോൺട്രാക്ട് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോ കോൺട്രാക്ട് എന്ന് പറയുന്നത് എഗ്രിമെന്റിന്റെയും അതിന്റെ എൻഫോഴ്സിബിലിറ്റിയുടെയും ഒരു കോമ്പിനേഷൻ ആണ് എന്ന് നമുക്ക് പറയാം. കോൺട്രാക്ടിന്റെ ഡെഫിനേഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വേറൊന്നും പറഞ്ഞിട്ടില്ല. എന്താണ് കോൺട്രാക്ട് എന്ന വാക്ക് എങ്ങനെ വന്നു? ഇതൊരു ലാറ്റിൻ വാക്കാണ്. കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്നും വന്ന വാക്കാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഡ്രോൺ ടുഗെദർ? അത് എന്താണ് മീൻ ചെയ്യുന്നത്? 2 പേര് ഒരു മനസ്സോടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് വരുന്നു. അത്രയേ ഉള്ളൂ അതിന്റെ മീനിങ്. പിന്നെ എന്താണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്? ഒരു എഗ്രിമെന്റ് ആണ്. അത് നിയമപരമായിട്ട് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റണം. അപ്പം എഗ്രിമെന്റും എൻഫോഴ്സിബിലിറ്റിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്? അത് ഒരു കോൺട്രാക്ട് ആണ്. ഇനി നമുക്ക് അടുത്ത എന്ത് നോക്കാം? എഗ്രിമെന്റ് എന്താണെന്ന് നോക്കാം. മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടില്ലേ, ഇവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് എഗ്രിമെന്റും എൻഫോഴ്സിബിലിറ്റിയും. അപ്പം കോൺട്രാക്ട് എന്ന് പറയുന്നത് എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ആണ്. അപ്പൊ നമുക്ക് ഇനി എഗ്രിമെന്റ് എന്താണെന്ന് നോക്കാം. എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഡെഫിനേഷനിൽ എന്താ പറയുന്നത്? ഇതിന്റെ ഡെഫിനേഷൻ ഏത് സെക്ഷനിലാണ് വരുന്നത്? സെക്ഷൻ 2 ക്ലോസ് ഇയിലാണ് എഗ്രിമെന്റിന്റെ ഡെഫിനേഷൻ വരുന്നത്.
ഇവിടെ പറയുന്നത് എഗ്രിമെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് every promise and every set of promises forming the consideration for each other. അപ്പോ രണ്ടുപേര് തമ്മിൽ എന്തോ ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഇതില് രണ്ടുപേർക്കും ഗുണം ഉണ്ടാവണം. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടുപേർക്കും അതിൽ നിന്നും എന്തെങ്കിലും മെച്ചം ഉണ്ടാകണം. അതാണ് എന്തെന്ന് പറയുന്നത്? കൺസിഡറേഷൻ എന്ന് പറയുന്നത്. രണ്ടുപേർക്കും എന്തെങ്കിലും ഗുണം ഈ ഒരു കാര്യം കൊണ്ടിട്ട് ഉണ്ടാവണം. അപ്പം അവിടെ എന്തെങ്കിലും ഒരു പ്രോമിസ് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്? അവിടെ ഈ രണ്ടുപേർക്കും, ഈ ഒരു എഗ്രിമെന്റിലോട്ട് വരുന്ന രണ്ട് പാർട്ടിക്കും എന്തെങ്കിലും ഗുണമുണ്ടായിരിക്കണം. അപ്പൊ ഒരു പ്രോമിസും അതിനൊപ്പം തന്നെ രണ്ടുപേർക്കും കൺസിഡറേഷനും ലഭിച്ചാൽ മാത്രമേ ഒരു എഗ്രിമെന്റ് ഫോം ആവത്തുള്ളൂ. അപ്പം എഗ്രിമെന്റിന്റെ ഡെഫിനിഷനിൽ എന്താണ് പറയുന്നത്? എവറി പ്രോമിസ്, ഒന്നെങ്കിൽ ഒരു പ്രോമിസ് ആവാം, അല്ലെങ്കിൽ എവറി സെറ്റ് ഓഫ് പ്രോമിസസ്. എന്ത് ചെയ്യണം? പ്രോമിസ് ഉണ്ടായിരിക്കണം. അത് രണ്ടുപേരുടെയും മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അവർക്ക് കൺസിഡറേഷൻ ലഭിക്കണം. അതാണ് എഗ്രിമെന്റിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോ എഗ്രിമെന്റിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. എഗ്രിമെന്റിൽ മെയിൻ ആയിട്ട് എന്താണ്? രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാർ ഇൻവോൾവ്ഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഞാൻ തന്നെ എന്നോട് എഗ്രിമെന്റ് വെക്കാൻ പറ്റുമോ? ഇപ്പം ഞാൻ പറയാണ്, എനിക്കൊരു വീടുണ്ട്, ഞാൻ ആ വീട് വിൽക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ എഗ്രിമെന്റ് വെക്കണം, ഞാൻ തന്നെ അത് വാങ്ങാം. പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പം ഒരു എഗ്രിമെന്റ് നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാർ ഉണ്ടായിരിക്കണം. ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ രണ്ടോ അതിലധികമോ ആൾക്കാർ ഉണ്ടായിരിക്കണം. എന്താ പ്ലൂറൽ സെൻസിൽ പേഴ്സൺസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് നമുക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. രണ്ടോ അതിൽ കൂടുതലോ പേര് വേണം ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ. പിന്നെ എന്ത് വേണം? കോൺസെൻസസ് ആഡ് ഐഡം എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ്. നമ്മളിപ്പം രണ്ടുപേര് വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടുപേരുടെയും ആവശ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒരേ സെൻസിൽ മനസ്സിലായിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോ എ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് രണ്ട് വീടുണ്ട്. ഈ രണ്ട് വീട്ടില് ഒരു വീട് അയാൾ വിൽക്കാൻ പോവാണ്. അപ്പം ബി എന്ന് പറയുന്ന ആളോട് എ പറയുകയാണ്, എന്റെ രണ്ട് വീട്ടിൽ ഒരു വീട് ഞാൻ വിൽക്കാൻ പോവാണ്, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ അത് വാങ്ങണം. അപ്പൊ ബി എന്ത് പറയും? ആ ശരി, ഞാൻ ഇത്ര രൂപയ്ക്ക് അത് വാങ്ങാം, അല്ലെങ്കിൽ ഇപ്പൊ എ പറയുന്ന റേറ്റിന് ഞാൻ അത് വാങ്ങിച്ചോളാം. എ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത്? എക്കിപ്പം ട്രിവാൻഡ്രത്ത് ഒരു വീടുണ്ട്, എറണാകുളത്ത് ഒരു വീടുണ്ടെന്ന് വെച്ചോ. എ ഉദ്ദേശിക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള വീട് വിൽക്കാനാണ്. ബി എന്താണ് വിചാരിക്കുന്നത്? എറണാകുളത്തുള്ള വീടാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ബിക്ക് വേണ്ടുന്നത് എറണാകുളത്തുള്ള വീടാണ്. അപ്പൊ രണ്ടുപേരുടെയും മൈൻഡ്സ് തമ്മിൽ മീറ്റ് ആയിട്ടുണ്ടോ? ഇല്ല. ഒരാള് ട്രിവാൻഡ്രത്തെ വീട് വിൽക്കാൻ നിൽക്കുമ്പോൾ മറ്റേ ആളെന്താണ്? എറണാകുളത്തുള്ള വീടാണ് വാങ്ങാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത്. അവിടെ രണ്ടുപേരുടെയും മനസ്സുകൾ തമ്മിൽ ഒരു ഐക്യതയില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു എഗ്രിമെന്റ് ആവത്തുള്ളൂ. രണ്ട് പാർട്ടികളും ഏത് സബ്ജക്ട് മാറ്ററിനെ സംബന്ധിച്ചാണോ ഒരു എഗ്രിമെന്റിലോട്ട് വരുന്നത്, അതിനെക്കുറിച്ച് രണ്ടുപേർക്കും ഉള്ള മനസ്സിലെ ഉദ്ദേശം എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പൊ എ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ ആയിരിക്കണം ബി സമ്മതിക്കുന്നത്. എ പറഞ്ഞ പോലെ തിരുവനന്തപുരത്തുള്ള വീട് വാങ്ങാനായിരിക്കണം ബി സമ്മതിക്കേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് അവിടെ രണ്ടുപേരുടെയും മൈൻഡ്സ് മീറ്റ് ചെയ്യുന്നുള്ളൂ, രണ്ടുപേരുടെയും മനസ്സിലെ ഉദ്ദേശം സെയിം ആവുന്നുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? there must be identity of minds among the parties regarding the subject matter of contract. പിന്നെ എന്താണ് പറയുന്നത്? രണ്ടുപേരും തമ്മിൽ മ്യൂച്വൽ കൺസെന്റ് ഉണ്ടായിരിക്കണം. മ്യൂച്വൽ കൺസെന്റ് എന്ന് പറയുന്നത് എന്താ? ഒരേ കാര്യത്തിനെ ഒരേ സെൻസിലായിരിക്കണം അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്താണ് നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ഏത് വീടാണ് അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കണം. ഏത് സെൻസിലാണ്, രണ്ടുപേരും ഒരേ സെൻസിലായിരിക്കണം അത് പറയുന്നത്. പിന്നെ എന്താണ്? ഇപ്പോ രണ്ടോ അതിൽ കൂടുതലോ പാർട്ടീസ് ഒരു എഗ്രിമെന്റിലോട്ട് വരുമ്പോ അവർക്ക് തമ്മിൽ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഇന്റൻഷൻ ഉണ്ടായിരിക്കണം. എന്താണ്? എന്ത് കാര്യത്തിനാണോ അവര് വരാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഒരു വീട് വിൽപ്പനയാണ്, അല്ലെങ്കിൽ അത് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത്. ഒരു വീട് വിൽക്കാൻ, അല്ലെങ്കിൽ ഒരു കാർ വിൽക്കാൻ,
അല്ലെങ്കിൽ ഒരു കാർ വാങ്ങാൻ എന്തെങ്കിലും ഒരു റീസൺ ആയിക്കോട്ടെ, അവര് രണ്ടുപേര് തമ്മിൽ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുമ്പം അവർക്ക് എന്താണ് നിയമപരമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടായിരിക്കണം, ഇന്റൻഷൻ ഉണ്ടായിരിക്കണം. അല്ലാതെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേര് തമ്മിൽ എന്താ എഗ്രിമെന്റ് വെച്ചാൽ അത് ശരിയാവുമോ? ഇല്ല. അപ്പം ലീഗലി നമുക്ക് അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റണം. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പൊ രണ്ടുപേര് തമ്മിൽ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോൾ അവര് തമ്മിലൊരു ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇന്റൻഷൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ഇത്രയാണ് ഒരു എഗ്രിമെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞത് രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന് കോൺട്രാക്ടിന്റെ ഡെഫിനേഷൻ, രണ്ട് എഗ്രിമെന്റിന്റെ ഡെഫിനേഷൻ. എഗ്രിമെന്റിന്റെ ഡെഫിനേഷനിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? എഗ്രിമെന്റിന്റെ ഡെഫിനേഷൻ പറഞ്ഞു, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് നോക്കാനുള്ളത്? ഇവിടെ കണ്ടോ, നമ്മുടെ എഗ്രിമെന്റിലുള്ള രണ്ട് എലമെന്റ്സ് എന്താണ്? പ്രോമിസും കൺസിഡറേഷനും. പ്രോമിസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കൺസിഡറേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇനി ഇതിലെ പ്രോമിസ് എന്ന് പറഞ്ഞ വാക്കിനെ മാത്രം നമുക്കൊന്ന് എടുത്തിട്ട് എന്താണെന്ന് നോക്കാം. എന്താണ് ഒരു പ്രോമിസ്? ഒരാൾ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു ഓഫർ വെക്കുമ്പോൾ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് പ്രോമിസ് എന്ന് പറയുന്നത്. എന്താണ്? എ പ്രപ്പോസൽ വെൻ അക്സെപ്റ്റഡ് ബിക്കംസ് എ പ്രോമിസ്. അതിന്റെ ഡെഫിനിഷൻ എവിടാണ് വരുന്നത്? സെക്ഷൻ 2 ക്ലോസ് ബിയിലാണ് വരുന്നത്. അപ്പോ പ്രോമിസ് എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഒരു ഓഫർ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ ഉണ്ടായിരിക്കണം, നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും വേണം. ആദ്യത്തെ പാർട്ടി, ഇപ്പം എ ബി എന്ന് പറഞ്ഞ് രണ്ട് പാർട്ടീസ് ഉണ്ടെങ്കിൽ എ ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കണം, ബി അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണം. എ വെച്ച പ്രപ്പോസൽ ബി അക്സെപ്റ്റ് ചെയ്താൽ അതിനെ നമ്മൾ പ്രോമിസ് എന്ന് പറയും. അപ്പോ എന്താണ് പ്രോമിസ് എന്നുള്ളത് മനസ്സിലായല്ലോ. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു പ്രോമിസിന്റെ കൂടെ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. രണ്ടുപേരുടെയും ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ അത് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ് ഓഫർ എന്നുള്ളത് നോക്കാം. ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോമിസിനെയോ ഒരു ആക്ടിനെയോ അല്ലെങ്കിൽ ഒരു ഫോർബിയറൻസിനെയോ പകരമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള തന്റെ വില്ലിങ്നെസ് പ്രകടിപ്പിക്കുന്നതിനെയാണ് ഓഫർ എന്ന് പറയുന്നത്. An offer is a proposal by one person whereby he expresses his willingness to enter into a contractual obligation in return for promise, act or forbearance. എന്താണ്? ഒരു പ്രോമിസിനോ അല്ലെങ്കിൽ ഒരു ആക്ടിനോ ഒരു ഫോർബിയറൻസിനോ പകരമായിട്ട് എന്താണ് ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള നമ്മുടെ വില്ലിങ്നെസ്സിനെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ഓഫർ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു എന്തായിരിക്കും ഒരു ഓഫർ എന്ന് പറഞ്ഞായിരുന്നു. എന്താണ്? നമുക്ക് ഈ ഒരു ഡെഫിനേഷൻ നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം ഞാനത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം എന്താ നമ്മളൊരു ഓഫർ മുന്നോട്ട് വെക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു പ്രപ്പോസൽ നമ്മൾ മുന്നോട്ട് വെക്കുന്നു, അതാണ് ഒരു ഓഫർ കൊണ്ട് സിംപ്ലി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡെഫിനേഷനിൽ എന്താണ് പറയുന്നത്? സെക്ഷൻ 2 ക്ലോസ് എയിലാണ് ഡെഫിനേഷൻ വരുന്നത്. പ്രപ്പോസലിനെ അല്ലെങ്കിൽ ഓഫറിനെ എന്തെന്ന് പറഞ്ഞിട്ടാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? When one person signifies to another his willingness to do or abstain from doing anything with a view to obtaining the consent of that other to such act or abstinence. എന്താണ് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നെന്താണ്? ഒരാള് ഒരു കാര്യം ചെയ്യുവോ ചെയ്യാതിരിക്കുകയോ ചെയ്യണം. എന്താണ്? വില്ലിങ്നെസ് ടു ഡു ഓർ ടു അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്. ഒന്നുകിൽ നമ്മൾ പറയുന്ന കാര്യം അയാൾ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുന്ന കാര്യം പുള്ളി ചെയ്യാതിരിക്കണം. അപ്പം ഒന്നെങ്കിൽ ഒരു കാര്യം ചെയ്യുക അല്ലെങ്കിൽ ആ കാര്യം ചെയ്യാതിരിക്കുക. അപ്പം എന്താണ് ഓഫർ എന്ന് പറയുന്നത്? ഒന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാനുള്ളതായിരിക്കും, അല്ലെ ചെയ്യരുത് എന്ന് പറയുമായിരിക്കും. പിന്നെ എന്താണ്? മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ അസെന്റ് ഓഫ് അനദർ പേഴ്സൺ അല്ലെങ്കിൽ അതർ പേഴ്സൺ വിത്ത് എ പ്രപ്പോസ്ഡ് ആക്ട് ഓഫ് അബ്സ്റ്റിനൻസ്. അപ്പം ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ വേണ്ടിയിട്ട് മറ്റ് പാർട്ടിയുടെ സമ്മതം നേടിയെടുക്കുക. അതാണ് ഈ ഒരു ഡെഫിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് പാർട്ടായിട്ടല്ലേ വന്നിരിക്കുന്നത്? ഒരു പേഴ്സൺ
മറ്റേ ആളുടെ വില്ലിങ്നെസ് ആരായുവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നുകിൽ ഒരു കാര്യം ചെയ്യാൻ, അല്ലെ അത് ചെയ്യാതിരിക്കാൻ. പിന്നെ എന്താണ്? ഈ നമ്മൾ ഓഫർ വെക്കുന്ന കൂട്ടത്തിൽ തന്നെ അയാൾക്ക് അതിനോടുള്ള താല്പര്യം കൂടി നമുക്കറിയണം. അയാൾക്ക് ആ പ്രപ്പോസൽ സമ്മതമാണോ അല്ലയോ. അത് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഇപ്പോ എക്സാമ്പിൾ നോക്കിയേ. എ പറയുകയാണ്, എ ബിയോട് പറയാണ്, നീ എന്റെ വീട് വാങ്ങാമോ? 10 ലക്ഷം രൂപയ്ക്ക് നീ എന്റെ വീട് വാങ്ങാൻ വില്ലിങ് ആണോ? അപ്പം ബി എന്ത് പറയാണ്? എ എന്താണ് ഉദ്ദേശിക്കുന്നത്? എ ബിക്ക് ഒരു ഓഫർ കൊടുക്കുകയാണ് എയുടെ വീട് പർച്ചേസ് ചെയ്യാൻ. അതിന്റെ കൂട്ടത്തിൽ തന്നെ ബിക്ക് 10 ലക്ഷം രൂപയ്ക്ക് അത് വാങ്ങാൻ പറ്റുമോ എന്നൊരു ഒരു അസന്റ് എന്ന് വെച്ചാൽ ഒരു അഭിപ്രായം, പുള്ളിയുടെ സമ്മതം കൂടി അവിടെ ചോദിക്കുകയാണ്. അപ്പം വിൽ യു പർച്ചേസ് മൈ ഹൗസ് ഫോർ 10 lakhs എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ രണ്ട് കാര്യങ്ങളാണ് എ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, എനിക്ക് എന്റെ വീട് നിനക്ക് വിൽക്കാൻ താല്പര്യമുണ്ട് എന്നൊരു ഓഫർ പറയുന്നു. അതിന് കൂടെ തന്നെ എന്താണ്, ബിക്ക് ആ വീട് വാങ്ങാൻ പറ്റുമോ എന്നുള്ളതിന്റെ ഒരു അസന്റ് കൂടി ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് എന്താണ്, പ്രപ്പോസൽ നടത്തുന്ന ആൾ എന്ന് വെച്ചാൽ ഓഫർ കൊടുക്കുന്ന ആളെ നമ്മൾ പ്രപ്പോസർ അല്ലെങ്കിൽ ഓഫറർ എന്ന് പറയും. പേഴ്സൺ മേക്കിംഗ് പ്രപ്പോസൽ ഇസ് ദ ഓഫറർ ഓർ പ്രപ്പോസർ. ഇവിടെ ആര് വരും? എ ആണ് നമ്മുടെ ഓഫറർ എന്ന് പറയുന്നത്. എ അല്ലേ മുന്നോട്ട് ഒരു ഓഫർ വെക്കുന്നത്. അതുകൊണ്ട് എ ആണ് ഇവിടുത്തെ ഓഫറർ അല്ലെങ്കിൽ പ്രപ്പോസർ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ആരോടാണോ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത് അദ്ദേഹമായിരിക്കും ഓഫറി എന്ന് പറയുന്നത്. The person to whom proposal is made is the offeree. അപ്പൊ ഇവിടെ നമ്മുടെ എക്സാമ്പിൾ കേസിൽ ആര് വരും ഓഫറി ആയിട്ട്? ബി ആയിരിക്കും ഓഫറി ആയിട്ട് വരുന്നത്. അപ്പൊ ഓഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം ഒരു സെക്കൻഡ് പാർട്ടിയോട് പറയുന്നു. ആ പാർട്ടിക്ക് അതിന് സമ്മതമാണോ എന്ന് ചോദിക്കാതെ ചോദിക്കുന്നു. നമ്മുടെ എക്സാമ്പിളിലെ കേസ് തന്നെ നോക്കിയേ. വിൽ യു പർച്ചേസ് മൈ ഹൗസ് ഫോർ 10 lakh? നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തന്ന് എന്റെ കയ്യിൽ നിന്ന് എന്റെ വീട് വാങ്ങാൻ താല്പര്യമുണ്ടോ? അപ്പൊ എന്തൊക്കെയാണ് അവിടെ എ ഉദ്ദേശിക്കുന്നത്? എക്ക് വീട് വിൽക്കാനുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അതേ കൂടെ തന്നെ ബിയുടെ സമ്മതം കൂടി ആണ് അവിടെ ചോദിക്കുന്നത്. ഇത്രയാണ് ഓഫറിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ഓഫർ, ഒരു വാലിഡ് ഓഫറിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇത്രയുമാണ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ടെക്സ്റ്റിൽ ഇത്രേ തന്നിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഡിഗ്രിക്കൊക്കെ ഇതിൽ കൂടുതൽ പഠിച്ചു കാണും. നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് ഇത്രയാണ്. ഒരു വാലിഡ് ഓഫറിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തേത് എന്താണ് പറയുന്നത്? എക്സ്പ്രസ്ഡ് ബൈ വേർഡ്സ്. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഓഫർ മേ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. ഒന്നുകിൽ ഓഫർ എക്സ്പ്രസ്ഡ് ആവാം, അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആവാം. എക്സ്പ്രസ്ഡ് എന്ന് പറഞ്ഞാൽ വാക്കിലോ അല്ലെങ്കിൽ എഴുത്തുകൊണ്ടോ നമുക്ക് അത് എക്സ്പ്രസ് ചെയ്ത് പറയാം. ഒരു ഓഫർ നമുക്ക് എഴുത്തിലൂടെയോ സംസാരത്തിലൂടെയോ പറയാം. അപ്പം നമ്മുടെ നോർമൽ ഉള്ള എല്ലാ കേസും തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ അത് എക്സ്പ്രസ്ഡ് ആണ്. പുള്ളി ഡയറക്റ്റ് പറയുമല്ലേ, എന്റെ വീട് വാങ്ങാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് വാക്കാൽ ചോദിക്കുവാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ എക്സ്പ്രസ്ഡ് ഓഫർ എന്ന് പറയുന്നത്. ഇനി ഇംപ്ലൈഡ് ഓഫർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ ഒരു ആക്ട് കൊണ്ടിട്ട് നമ്മളെ മനസ്സിലാക്കി തരുവാണ് ഒരു ഓഫർ ചെയ്യാനുണ്ടെന്ന്. അതിന് എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാൻ പറ്റും? നമ്മളിപ്പോ ഒരു സിനിമാ തിയേറ്ററിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ ചെന്ന് ക്യൂ നിൽക്കുന്നു. എന്തിനായിരിക്കും? നമ്മളിപ്പോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ക്യൂ നിൽക്കുന്നത് എന്തിനായിരിക്കും? അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിനിൽ കയറി എവിടെങ്കിലും പോകാനായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് നിന്നിട്ട് എല്ലാവരോടും പറയണോ, ഞാൻ ട്രെയിനിൽ കയറി പോകാൻ പോവുകയാണ് എന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അവിടെ ചെന്ന് ക്യൂ നിന്നാൽ അതിന്റെ മീനിങ് എന്താണ്? നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ എങ്ങോട്ടോ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ക്യൂവിൽ ചെന്ന് നിൽക്കുന്നത്. അപ്പൊ ഓഫർ എന്ന് പറയുന്നത് എക്സ്പ്രസ്ഡും ആവാം, ഇംപ്ലൈഡും ആവാം. നമ്മൾ വാക്കാൽ പറയുന്നതും ആവാം, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നതും ആവാം. രണ്ടാമത് എന്താണ് പറയുന്നത്? ആൻ ഓഫർ മസ്റ്റ് ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ. അപ്പം രണ്ട് പാർട്ടികൾ തമ്മിൽ ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഇന്റൻഷൻ ഉണ്ടായിരിക്കണം. അപ്പം ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഇന്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ നമുക്കൊരു വാലിഡ് ഓഫർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. എക്സാമ്പിൾ പറഞ്ഞാൽ എ
ബിക്ക് എയും ബിയും പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല, നമുക്ക് 2 പേരെടുക്കാം. ഓക്കെ, രാമും ശ്യാമും. അവര് രാമന് ഒരു കാറുണ്ട്, ശ്യാം അത് വാങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. 1,00,000 രൂപയ്ക്കാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് സോറി രാം ശ്യാമിന് കാറ് വിൽക്കുന്ന ടൈമിൽ എന്താണ് അവിടെ വരുന്ന ഒബ്ലിഗേഷൻ, ലീഗൽ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്? എക്കുള്ള ഒബ്ലിഗേഷൻ എന്താ? സോറി, റാമിനുള്ള ഒബ്ലിഗേഷൻ എന്താ? റാം തീർച്ചയായിട്ടും ഈ കാറ് ആർക്ക് കൊടുക്കണം? ശ്യാമിന് കൊടുക്കണം. ശ്യാമിന്റെ ഒബ്ലിഗേഷൻ എന്താ? ശ്യാം കാറ് വാങ്ങിച്ചു വെച്ചാൽ പോരാ, അതിനുള്ള പൈസ അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ രണ്ടുപേരും തമ്മിൽ ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഇന്റൻഷൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ലീഗലി ബൈൻഡബിൾ ആയിട്ടുള്ള ഒരു ഓഫർ മാത്രമേ വാലിഡ് ആയിരിക്കത്തുള്ളൂ. പിന്നെ എന്താണ് പറയുന്നത്? നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് ഒന്നുകിൽ ഓറൽ ആവാം, അല്ലെങ്കിൽ റിട്ടൺ ആവാം. ഓറൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വാ കൊണ്ട് പറയുന്നത്, നമ്മൾ വാക്കാൽ പറയുന്നതിനെയാണ് ഓഫർ എന്ന് പറയുന്നത്. ഇനി ഇൻ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് റിട്ടൺ ആയിട്ട് എഴുതി വെക്കാം. നമ്മൾ എന്താ ഈ വീടൊക്കെ വാങ്ങാൻ പോകുമ്പം നമ്മൾ ചിലപ്പം വീടോ വസ്തുവോ ഒക്കെ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ നേരത്തെ എഴുതി വെക്കത്തില്ലേ? എന്താ 3 മാസത്തിനുള്ളിൽ അല്ലെ 6 മാസത്തിനുള്ളിൽ 1 വർഷത്തിനുള്ളിൽ ഇത്ര രൂപ തന്നു ഞാൻ ഇത് പർച്ചേസ് ചെയ്തോളാം എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെക്കത്തില്ലേ? അപ്പം അങ്ങനെ നമുക്ക് റിട്ടേൺ ആയിട്ട് എഴുതി വെക്കാം. അല്ലെങ്കിൽ ഓഫർ എന്താ നമുക്ക് വാക്കാൽ പറയാം. നേരത്തെ പറഞ്ഞ പോലെ നിനക്ക് എന്റെ കാർ വാങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് ഇതൊരു ഓഫർ തന്നെയാണ്. പിന്നെ എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഓഫർ, അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഓഫർ, ആ ഓഫറിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഓഫറി ആരാന്നറിയാലോ? ആരാണ് ഓഫറി? ആർക്ക് വേണ്ടിയിട്ടാണോ എന്ന് വെച്ചാൽ ആരോടാണോ ഓഫറർ ഒരു ഓഫർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, കേട്ടോണ്ടിരിക്കുന്ന ആളാണ് ഓഫറി എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഓഫർ എന്താണ്? എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഓഫറിയുമായിട്ട് പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഒരേ സെൻസിൽ രണ്ടുപേരും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ അതൊരു വാലിഡ് ഓഫർ ആവത്തുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞ രണ്ടിനും കൂടെ ചേർത്ത്, അടുത്തതിനും കൂടെ ചേർത്ത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പം ഇപ്പൊ എന്താണ് പറഞ്ഞത്? ഓഫർ എന്താണ്? ഓഫറിയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അറിയിച്ചിരിക്കണം. പിന്നെന്താണ് പറയുന്നത്? ക്ലിയർ, ഡിഫൈൻ ആൻഡ് കംപ്ലീറ്റ്. അതെന്ന് പറയുന്നത് ഒരു ഓഫർ എപ്പോഴും ക്ലിയർ ആയിരിക്കണം, ഡെഫിനിറ്റ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം. ഇങ്ങനെ പകുതി വഴി കളഞ്ഞിട്ട് പോയാൽ അതൊരു വാലിഡ് ഓഫർ ആവത്തില്ല. അപ്പം എന്താണ്? ഇതിന് രണ്ടിനും, ഈ 2 പോയിന്റ്സിനും കൂടി ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് 3 പൂച്ചയുണ്ട്. അപ്പോ ഞാൻ എന്ത് ചെയ്യാണ്? എന്റെ ഒരു ഫ്രണ്ടിനോട് പറയുകയാണ്, ഞാൻ എന്റെ ഒരു പൂച്ചേനെ നിനക്ക് തരാം, നീ എനിക്ക് 3000 രൂപ തരണം. അപ്പം എനിക്ക് 3 പൂച്ചയുണ്ട്. ഒരു വെള്ള പൂച്ചയുണ്ട്, ഒരു കറുത്ത പൂച്ചയുണ്ട്, ഒരു ഗ്രേ കളർ പൂച്ചയുണ്ട്. അപ്പം 3ഉം സെയിം എന്താ എണ്ണത്തിൽ പെട്ട പൂച്ചയാണെന്ന് വിചാരിച്ചോ. പക്ഷേ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം ഏത് പൂച്ചയാണ് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏത് പൂച്ചയാണ് ഞാൻ എന്റെ ഫ്രണ്ടിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിരിക്കണം. അത് ഡെഫിനറ്റ് ആയിട്ട് പറഞ്ഞിരിക്കണം. എന്റെ പറച്ചിൽ കംപ്ലീറ്റും ആയിരിക്കണം. എങ്കിൽ മാത്രമേ അതൊരു വാലിഡ് ഓഫർ ആവത്തുള്ളൂ. എന്ത് പറയാം? ഇപ്പൊ ഞാൻ പറയാണ്, എന്റെ വൈറ്റ് കളറ് ക്യാറ്റിനെയാണ് ഞാൻ നിനക്ക് തരുന്നത്, അതിന് നീ എനിക്ക് 3000 രൂപ തന്നാൽ ഞാൻ എന്റെ വൈറ്റ് കളർ ക്യാറ്റിനെ നിനക്ക് തന്നേക്കാം. എന്താണ് അവിടെ? അത് കൃത്യമായിട്ട് പറയുകയാണ്. എന്താ ഏത് കളറാണ് എന്നുള്ളതും എത്ര രൂപയ്ക്കാണ് എന്നുള്ളതും വ്യക്തമായിട്ട് പറയുകയാണ്. അവിടെ പിന്നെ ഒരു കൺഫ്യൂഷൻ ആവശ്യം വരുന്നില്ല. അപ്പം ഞാനിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ എന്റെ പൂച്ചനെ അങ്ങ് അയച്ചു കൊടുത്തിട്ട് നീ എനിക്ക് 3000 രൂപ അയച്ചു തന്നെന്ന് പറഞ്ഞാൽ ഓഫറിയെ ഞാൻ നേരത്തെ അറിയിക്കുന്നില്ലല്ലോ. ഞാൻ ഇവിടുന്ന് എന്താ ബോക്സിലാക്കി അയച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ എനിക്ക് ക്യാഷ് അയച്ചു തരണം? ഇല്ല. ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ എന്റെ ഫ്രണ്ടിന്റെ ഒപ്പീനിയൻ എടുക്കണം. ഞാൻ അയച്ചാൽ നീ എനിക്ക് പൈസ തരുവോ? നീ പൂച്ചയെ നോക്കുവോ? അല്ല ഞാൻ അയച്ചു തന്നാൽ നീ എന്നെ കൊണ്ട് കളയുമോ? എന്താന്നുള്ളത് ഞാൻ ചോദിക്കണമല്ലോ. അപ്പൊ എന്റെ ഓഫർ എന്താന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. ഓഫർ ക്ലിയർ ആയിരിക്കണം, ഡെഫിനിറ്റ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം. പിന്നെന്താ പറയുന്നത്? ഓഫർ എന്ന് പറയുന്നത് വേഗ് ആവാൻ പാടില്ല. വേഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ന്യായമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള രീതിയിലുള്ള ടേംസിലുള്ള ഓഫർ ആയിരിക്കരുത് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമ്മൾ എന്താണോ മീൻ ചെയ്യുന്നത് അത് ആ രീതിയിൽ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം.
അല്ലാതെ ഇങ്ങനെ പകുതി പറഞ്ഞിട്ട് നമ്മൾ പറ്റിക്കാന്ന് പറയത്തില്ലേ, ആ രീതിയിൽ ചെയ്യരുത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എന്റെ ഫ്രണ്ടിന് പൂച്ചേനെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഫ്രണ്ട് എന്നോട് പറയാണ്, ഓക്കെ, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് 3000 രൂപയ്ക്കല്ല വേണേ 4000 രൂപയ്ക്ക് പൂച്ചയെ വാങ്ങാം. പക്ഷെ ആ പൂച്ച എന്റെ കയ്യിൽ വരുമ്പോ അത് എനിക്കൊരു ലക്കി ആണെന്ന് എനിക്ക് തോന്നണം. ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുമോ എന്റെ പൂച്ച അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് ലക്കി ആയിരിക്കോ, അതോ അവൾക്ക് ഇനി എന്തെങ്കിലും കഷ്ടകാലം ഉണ്ടാക്കുമോ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതെന്ന് പറയുന്നത് വേഗ് ആയിട്ടുള്ള ഒരു ഓഫറാണ്, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ആണ്. അത് നിലനിൽക്കുന്നതല്ല. ഇപ്പം ലക്ക് അല്ലെങ്കിൽ ഒരു കഷ്ടകാലം അതൊന്നും നമുക്ക് പ്രഡിക്ട് ചെയ്ത് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന ഓഫേഴ്സ് ഒരിക്കലും എന്താണ് വാലിഡ് ആയിരിക്കത്തില്ല. അപ്പം എപ്പോഴും നമ്മളുടെ ഓഫർ എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അത് ഈതർ ഓറൽ ആവാം, അല്ലെങ്കിൽ റിട്ടൺ ആവാം, അത് എക്സ്പ്രസ്ഡ് ആവാം, അല്ലെ ഇംപ്ലൈഡ് ആവാം. പിന്നെന്താണ്, ഓഫർ ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം നമ്മൾ ഒരു ഓഫർ മുന്നോട്ട് വെക്കുന്നത്. ഇത്രയുമാണ് എസെൻഷ്യൽ എലമെന്റ്സ് വാലിഡ് ഓഫർ എന്ന് പറയുന്നത്.